ഈ പരാതിക്കാർക്കെതിരെ ഉന്നയിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉന്നയിച്ചത്. ആ സമയം പരാതി നൽകിയ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ പരാതി ഗുരുതര സ്വഭാവമുള്ളതാണല്ലോ. പരാതി വന്നു, ഇപ്പോൾ FIR ഇട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെല്ലാം വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പം അതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ളൊരു കുറ്റകൃത്യം നടക്കുമ്പോൾ സ്ത്രീകളുടെ കൂടെയല്ല എന്ന് ആണ് ഈ അധിക്ഷേപങ്ങളെല്ലാം കാണിക്കുന്നത്. ഈ കോൺഗ്രസ് സൈബർ സംഘങ്ങൾ നടത്തുന്ന ഈ അധിക്ഷേപങ്ങളെല്ലാം കാണിക്കുന്നത് അവർ സ്ത്രീകളുടെ കൂടെയല്ല എന്നുള്ളതാണ്. മറ്റു കാര്യം, ഈ സ്വർണ്ണക്കൊള്ളയും മറ്റു വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ഇതൊരു വിഷയമല്ല എന്ന് വരുത്താനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതാ പറഞ്ഞത്, ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്നൊരു വിഷയമല്ലല്ലോ. എത്രയോ മാസങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു കാര്യമല്ലേ. അപ്പം അന്നെല്ലാം ചോദിച്ചത് പരാതി എവിടെയെന്നാണ്. ഇപ്പോൾ പരാതി വന്നപ്പോൾ പരാതിയുടെ സമയം ശരിയായില്ല എന്ന് പറയുന്നതൊക്കെ ജനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, ജനങ്ങളിതെല്ലാം തിരിച്ചറിയും. ഇതുപോലൊരു കാര്യത്തിൽ, ഇത്ര ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഹൃദയശൂന്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇന്നതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനും രാഹുലിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുൾപ്പെടെ ഷാർപ്പ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇപ്പൊ രാഹുലിനെതിരെ, ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സൈബർ അതിക്രമം തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിപ്പോൾ അദ്ദേഹത്തിനെതിരെ മാത്രമല്ലല്ലോ. കോൺഗ്രസ്സിലെ വനിതാ നേതാക്കൾക്കുണ്ടായ അനുഭവം എന്താണ് കോൺഗ്രസ്സിലെ വനിതാ നേതാക്കൾക്ക് ഉണ്ടായ അനുഭവം? വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ്? അപ്പോൾ എല്ലാവരെയും നിശബ്ദരാക്കുക, അധിക്ഷേപിച്ച് നിശബ്ദരാക്കുക എന്നതാണ്. അത് കേരള സമൂഹം തിരിച്ചറിയും. അദ്ദേഹം ഫോൺ ഓഫ് ചെയ്ത് പോയി. ഇങ്ങനെ ഒരു ആക്ഷേപം അതോടെ പരാതി നിലനിൽക്കുന്ന സമയത്ത് ഈ സ്ഥാനത്തിരിക്കുന്ന ഒരു തെറ്റായ വ്യാഖ്യാനത്തിന് ഇടയാക്കും. തീർച്ചയായിട്ടും അത് തെറ്റായ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. അത് തുടരാൻ പാടില്ലാത്തതാണെന്നുള്ള കാര്യം ഇന്നലെ പാർട്ടിയുടെ നിലപാട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ഈ സമാനതകളില്ലാത്തൊരു സംഭവമായിട്ട് തന്നെ വരുന്നുണ്ട്. കാരണം മറ്റ് വിഷയങ്ങളെ പോലല്ല, പെൺകുട്ടിക്ക് നേരിട്ട അതിക്രമങ്ങൾ ഒക്കെ, അതിന്റെ വിവരങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഒരു സാധാരണഗതിയിലുള്ളൊരു പരാതിയല്ല. ഇതുവരെ കേട്ടതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും ഞെട്ടിക്കുന്നതാണ് പുറത്ത് വന്നിട്ടുള്ള വിവരങ്ങൾ. അതുകൊണ്ടാണ് ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ആ കുറ്റകൃത്യം ഒരു സ്ത്രീക്കെതിരായി നടന്നൊരു കുറ്റകൃത്യം എന്ന നിലയിൽ അതിനെ കാണാൻ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും കഴിയാത്തത്? വേറെ കാര്യം, ഈ അന്ന് ഓഡിയോകളൊക്കെ പുറത്തു വന്നതിന് ശേഷം മിനിസ്റ്റർ ഉൾപ്പെടെ രാഹുലുമായിട്ട് വേദി പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും ഒരു ജാഗ്രത കുറവ് നിങ്ങൾക്ക്? ഞങ്ങൾ പങ്കിട്ടിട്ടില്ല. വേദിയിലേക്ക് ഒരാൾ കയറി വരിക ചെയ്തത്. അത് നിങ്ങളെല്ലാം കണ്ട കാര്യമാണല്ലോ. ഞങ്ങൾ ഇരിക്കുന്ന വേദിയിലേക്ക് കയറി വരികയാണ് ചെയ്തത്. അതാണ് സംഭവിച്ചത്. ഇതിലൊറ്റ കാര്യം കൂടി, അവസാനമായിട്ടുള്ള ഒരു കാര്യം കൂടി, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ രാഹുൽ സജീവമായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് സസ്പെൻഷൻ നിൽക്കുന്ന ഒരാളാണ്. ഈ സസ്പെൻഷന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് കോൺഗ്രസ് നേതാക്കളാണ് വിശദീകരിക്കേണ്ടത്. അത് അവരോട് ചോദിക്കണം, അവർ വിശദീകരിക്കണം.